മണലാരണ്യത്തിലെ വേനൽക്കാലം എപ്പോഴും കഠിനമാണ്. എന്നാൽ ആ കഠിനത അതിന്റെ പൂർണ്ണമായ രൗദ്രഭാവത്തിലെത്തുന്ന ഒരു പ്രത്യേക കാലയളവുണ്ട്. സൗദി അറേബ്യയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും ജ്യോതിശാസ്ത്ര വിദഗ്ധരും നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യം ഇപ്പോൾ ആ തീവ്രമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. ജംറത്തുൽ ഖൈദ് എന്ന് പ്രാദേശികമായി വിളിക്കപ്പെടുന്ന വർഷത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന കൊടും ചൂടിന്റെ നാളുകൾക്ക് സൗദി അറേബ്യയിൽ ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. ജൂലൈ പകുതിയോടെ ആരംഭിച്ച് ഓഗസ്റ്റ് ആദ്യവാരം വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലയളവ് കേവലം ഒരു കാലാവസ്ഥാ മാറ്റം എന്നതിലുപരി പ്രകൃതിയുടെയും മനുഷ്യ ജീവിതത്തിന്റെയും പല സവിശേഷതകളുമായും ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ്. ലക്ഷക്കണക്കിന് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനസമൂഹം ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ദൈനംദിന ജീവിതചര്യകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരാകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. എന്താണ് ജംറത്തുൽ ഖൈദ് എന്നും ഈ പ്രതിഭാസം രാജ്യത്തെ കാലാവസ്ഥയെയും കാർഷിക മേഖലയെയും മനുഷ്യന്റെ ആരോഗ്യത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ആധുനിക കാലാവസ്ഥാ ശാസ്ത്രം വികസിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറേബ്യൻ ജനത നക്ഷത്രങ്ങളുടെ ഗതി നിരീക്ഷിച്ച് കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രവചിച്ചിരുന്നു. ഈ പൗരാണിക ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടൽ പ്രകാരം അൽ ഹന ആ എന്ന ജ്യോതിശാസ്ത്ര പ്രതിഭാസവുമായി ചേർന്നാണ് ജംറത്തുൽ ഖൈദ് ആരംഭിക്കുന്നത്. ജെമിനി നക്ഷത്ര സമൂഹത്തിന്റെ അഥവാ മിഥുന രാശിയുടെ വിഹായസിലെ രണ്ടാം ഘട്ടമായാണ് അൽ ഹന അറിയപ്പെടുന്നത്. അറേബ്യൻ വേനൽക്കാലത്തെ പ്രധാനപ്പെട്ട നാലാമത്തെ നക്ഷത്ര സമൂഹ ഘട്ടമാണിത്. ആഫാഖ് ആസ്ട്രോണമിക്കൽ സയൻസ് സൊസൈറ്റിയിലെ വിദഗ്ധനായ ബർജാസ് അൽ ഫുലൈഹ് വ്യക്തമാക്കുന്നത് പ്രകാരം കേവലം 13 ദിവസമാണ് ഈ പ്രത്യേക ജ്യോതിശാസ്ത്ര ഘട്ടത്തിന്റെ ദൈർഘ്യമെങ്കിലും ഇതിന്റെ പ്രത്യാഘാതമായി ഉണ്ടാകുന്ന ചുട്ടുപൊള്ളുന്ന ചൂട് ഓഗസ്റ്റ് മാസത്തിന്റെ പകുതിയോളം നീണ്ടു നിൽക്കും. ഭൂമിയുടെ ഭ്രമണവും അറേബ്യൻ ഉപദ്വീപിന് മുകളിലെ സൂര്യന്റെ സ്ഥാനവും ഈ ദിവസങ്ങളിൽ നേരിട്ടുള്ളതും അതിതീവ്രവുമായ ചൂട് ഭൂമിയിലേക്ക് പ്രസരിപ്പിക്കാൻ കാരണമാകുന്നു. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും താപനില വാർഷിക ശരാശരിയുടെ പരമാവധി പരിധിയിലേക്ക് കുതിച്ചുവരുന്ന ദിവസങ്ങളാണിത്. ഈ കാലയളവിൽ രേഖപ്പെടുത്തുന്ന ഉയർന്ന താപനില മാത്രമല്ല മനുഷ്യരെ വലയ്ക്കുന്നത്, മറിച്ച് അന്തരീക്ഷത്തിലുണ്ടാകുന്ന സങ്കീർണമായ മാറ്റങ്ങൾ കൂടിയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ച് സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ചൂട് പല രീതിയിലാണ് അനുഭവപ്പെടുക. മധ്യ സൗദിയിലെ റിയാദ് പോലെയുള്ള കരഭാഗങ്ങളിൽ ഈർപ്പമില്ലാത്ത വരണ്ട ചൂടാണ് അനുഭവപ്പെടുക. എന്നാൽ ജിദ്ദ, ദമാം തുടങ്ങിയ തീരദേശ നഗരങ്ങളെ കാത്തിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വെല്ലുവിളിയാണ്. ഇവിടെ ഉയർന്ന താപനിലയ്ക്കൊപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നു. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പ് എളുപ്പത്തിൽ ബാഷ്പീകരിക്കപ്പെടാതെ വരികയും ഇത് ശരീരത്തിന്റെ സ്വാഭാവികമായ തണുപ്പിക്കൽ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ അനുഭവപ്പെടുന്ന താപനില യഥാർത്ഥ താപനിലയേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഇതിനു പുറമെ സമൂം എന്നറിയപ്പെടുന്ന അതിശക്തമായ ഉഷ്ണക്കാറ്റ് വീശാനും ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട്. മുഖത്തേക്കടിക്കുന്ന തീജ്വാല പോലെ അനുഭവപ്പെടുന്ന ഈ കാറ്റ് പുറത്തെ ജോലികളെയും മരുഭൂമിയിലെ യാത്രകളെയും അതീവ ദുഷ്കരമാക്കും. പ്രകൃതി അതിന്റെ ഏറ്റവും കഠിനമായ ഭാവം പുറത്തെടുക്കുമ്പോൾ അലംഭാവം ഒട്ടും പാടില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ അതിതീവ്രമായ കാലാവസ്ഥയിൽ ജീവൻ സുരക്ഷിതമാക്കാൻ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പകൽ സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഭരണകൂടവും ആരോഗ്യ വിദഗ്ധരും കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. നിർജ്ജലീകരണം, സൂര്യാഘാതം എന്നിവയാണ് ഈ സമയത്തെ ഏറ്റവും വലിയ വില്ലന്മാർ. അമിതമായ വിയർപ്പിലൂടെ ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥ തലകറക്കം, ഛർദി, അബോധാവസ്ഥ എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഇത് തടയാൻ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും നിശ്ചിത ഇടവേളകളിൽ ധാരാളം വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം. സാധാരണ വെള്ളത്തിന് പുറമെ ലവണങ്ങൾ അടങ്ങിയ പാനീയങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിന് കൂടുതൽ ആശ്വാസം നൽകും. പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുകയും തണുത്ത അന്തരീക്ഷത്തിൽ വിശ്രമിക്കാൻ സമയം കണ്ടെത്തുകയും വേണം. ചുരുക്കത്തിൽ സൗദി അറേബ്യയിലെ ജംറത്തുൽ ഖൈദ് എന്നത് വെറുമൊരു വേനൽക്കാലമല്ല, അത് പ്രകൃതിയുടെ ഒരു പരീക്ഷണ ഘട്ടമാണ്. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അതൊരു അതിജീവനത്തിന്റെ കാലമാണെങ്കിൽ കാർഷിക മേഖലയ്ക്ക് അത് പ്രതീക്ഷയുടെയും വിളവെടുപ്പിന്റെയും മുന്നൊരുക്കമാണ്. കാലാവസ്ഥയിലെ ഈ വലിയ മാറ്റത്തെ ഭയത്തോടെയല്ല നാം സമീപിക്കേണ്ടത്, മറിച്ച് തികഞ്ഞ ശാസ്ത്രീയമായ അവബോധത്തോടെയും ആരോഗ്യപരമായ തയ്യാറെടുപ്പുകളോടെയുമാണ്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കിയും ശരീരത്തിന് ആവശ്യമായ വിശ്രമവും പോഷകവും നൽകിയും ഈ കഠിനമായ വേനൽക്കാലത്തെ സുരക്ഷിതമായി മറികടക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. പ്രകൃതിയുടെ മാറ്റങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതചര്യകളെ ചിട്ടപ്പെടുത്തുക എന്നതാണ് ഈ കൊടും ചൂടിനെ അതിജീവിക്കാനുള്ള ഏക മാർഗം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.